السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا الى الله باذنه وسراجا منيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ദുനിയാവിൽ നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ആരുടെ ജീവിതത്തിൽ നല്ല ഗുണങ്ങളും നല്ല പെരുമാറ്റങ്ങളും നല്ല ക്വാളിറ്റിയും ഉണ്ടോ, ആ മനുഷ്യനെ പൊതുവെ എല്ലാവരും സ്നേഹിക്കും, ബഹുമാനിക്കും, ആദരിക്കുകയും ചെയ്യും. വിദ്യാലയത്തിലാകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, കച്ചവട സ്ഥലത്താകട്ടെ, നല്ല ഗുണങ്ങളും നല്ല ജീവിത ശീലങ്ങളുമുള്ള മനുഷ്യരെ എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. എന്നാൽ നേരെ തിരിച്ച് ഇനി ആരുടെ ജീവിതത്തിൽ മോശമായ ശൈലികളും ദുർനടപടികളും മോശത്തരങ്ങളും തെറ്റായ ജീവിത ശീലങ്ങളുമുണ്ടോ, അവരെ ആരും ഹൃദയംഗമായി സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്യാറില്ല. ഒരാളെ ജീവിതത്തിൽ നല്ല ഗുണങ്ങൾ ഉണ്ടാക്കാൻ പല കാര്യങ്ങളും അതിൽ പങ്കുവഹിക്കാറുണ്ട്. ഒരാളെ മോശമാകാൻ, ഒരാളുടെ ജീവിതത്തിൽ മോശമായ ശൈലികളും ജീവിത രീതികളും ഉണ്ടാകാൻ ഈ ലോകത്ത് പല കാര്യങ്ങളും അതിന് കാരണമാകാറുണ്ട്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യൻ്റെ ജീവിതം നന്നാകാനും നല്ല ഗുണങ്ങൾ ഉണ്ടാകാനും അതേപോലെ ഒരു മനുഷ്യൻ മോശമാകാനുമെല്ലാം കാരണമാകുന്ന ഒന്നാണ് അവൻ്റെ സൗഹൃദ ബന്ധം എന്നുള്ളത്, കൂട്ടുകെട്ട് എന്നുള്ളത്. മനുഷ്യൻ്റെ സൗഹൃദ ബന്ധം, അവൻ്റെ കൂട്ട്, അത് അവൻ്റെ ജീവിതത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം സൗഹൃദ ബന്ധത്തിൻ്റെ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ ഉണർത്തിയിട്ടുണ്ട്. അൽ മർഉ അലാ ദീനി ഖലീലി. ഒരു വ്യക്തി തൻ്റെ സ്നേഹിതൻ്റെ, തൻ്റെ സുഹൃത്തിൻ്റെ, തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണ്. ഫല്യൻദുർ അഹദുകും മൻ യുഖാലിൽ. അതുകൊണ്ട് സ്നേഹബന്ധം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ, ഒരാളോട് കൂട്ടുകൂടുന്നതിന് മുമ്പ് തന്നെ അവൻ ആലോചിക്കണം, ചിന്തിക്കണം, ഈ വ്യക്തിയുമായി ഞാൻ സൗഹൃദം സ്ഥാപിച്ചാൽ എനിക്ക് ദീനിയായ നിലയിൽ, ഉഖ്റവിയായ നിലയിൽ പ്രയോജനം ചെയ്യുന്നതാണ്. അനിൽ മർഇ ലാ തസ്അൽ ഫസൽ അൻ ഖരീനിഹി. ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിൻ്റെ സ്നേഹിതനെ പറ്റി പഠിച്ചാൽ മതി, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. പരസ്പരം സൗഹൃദത്തിൽ കഴിഞ്ഞുകൂടുന്ന വ്യക്തികളിൽ എല്ലാ നന്മയും തിന്മയും അതിൽ പങ്കാളികളാകുന്നതാണ്. ഞാൻ കൂട്ടുകൂടുന്ന എൻ്റെ കൂട്ടുകാരനിൽ നന്മയുണ്ടെങ്കിൽ ആ നന്മ കാണാം,
ഇനി അതെല്ലാം അവനിൽ മോശത്തരങ്ങളാണെങ്കിൽ തീർച്ചയായും പതിയെ ആ മോശത്തരങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരികയും ചെയ്യും. അതുകൊണ്ട് ദുന്യാവിൽ ഒരു മുഅ്മിനിന് ലഭിക്കുന്ന നിഅമത്തുകളിൽ വളരെ ഉയർന്നൊരു നിഅമത്താണ് നല്ല ഒരു കൂട്ടുകാരനെ, സ്നേഹിതനെ ലഭിക്കുക എന്നുള്ളത്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, ഇസ്ലാമിന് ശേഷം ഒരു മുസ്ലിമിന് ലഭിക്കുന്ന ഏറ്റവും വലിയ നിഅമത്താണ് ഖൈറു മിൻ അഖിൻ സാലിഹിൻ, ഒരു സാലിഹായ സ്നേഹിതനെ, കൂട്ടുകാരനായി കിട്ടുക എന്നുള്ളത് വലിയ നിഅമത്താണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നുണ്ട്, നിനക്ക് നല്ലൊരു കൂട്ടുകാരൻ്റെ ജീവിതത്തിൽ ലഭിച്ചാൽ, ദീനിയായ നന്മയിൽ പ്രേരിപ്പിക്കുന്ന ഒരു കൂട്ടുകാരൻ ലഭിച്ചാൽ, നഷ്ടപ്പെടാതെ അവനെ നീ ചേർത്ത് പിടിക്കണം, നിന്റെ കൂട്ടത്തിൽ കൂട്ടണം. ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകുന്ന ഉപദേശങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഉപദേശമായിരുന്നു, മോനെ, ഈമാൻ കരസ്ഥമാക്കി കഴിഞ്ഞാൽ പിന്നെ നീ കരസ്ഥമാക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന് നല്ല സ്വാലിഹായ ഒരു സ്നേഹിതനെയാണ്. അവൻ്റെ ഉപമ ഒരു വൃക്ഷത്തെ പോലെയാണ്. ഒന്നെങ്കിൽ ആ വൃക്ഷം നിനക്ക് തണൽ നൽകും, ഇല്ലെങ്കിൽ നല്ല പഴങ്ങൾ നൽകും. ഇനി ഇതൊന്നും ലഭിച്ചില്ല എങ്കിൽ ഒരിക്കലും ആ വൃക്ഷത്തിൽ നിനക്ക് ഉപദ്രവമുള്ളതൊന്നും ലഭിക്കുകയില്ല. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നു, ഒരു സാലിഹായ നല്ല കൂട്ടുകാരൻ അവൻ്റെ നഫ്സിനേക്കാൾ, സ്വന്തം നഫ്സിനേക്കാൾ അവന് ഖൈറാണ്. കാരണം മനുഷ്യൻ്റെ നഫ്സ് അതവനെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കും. ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, ഒരു മനുഷ്യൻ്റെ ശരീരം അവനെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കും. എന്നാൽ ഒരു സ്വാലിഹായ നല്ല സ്നേഹിതനുണ്ട് എങ്കിൽ ആ നല്ല സ്നേഹിതൻ അവനെ എപ്പോഴും നന്മയിലേക്ക് പ്രേരിപ്പിക്കും. അതുകൊണ്ട് എത്രയോ മനുഷ്യരുടെ ജീവിതങ്ങൾ മാറിയത് നല്ല സൗഹൃദ ബന്ധത്തിലൂടെയാണ്. മോശത്തരങ്ങളിൽ, അഴുക്ക് ചാലുകളിൽ വളരെ തരം താഴ്ന്ന് ജീവിച്ചിരുന്ന മനുഷ്യർ അവരുടെ ജീവിതങ്ങൾ മാറി ഉയർന്ന വിലായത്തിൻ്റെ ദറജയിലേക്ക് എത്തിച്ചത് അവർക്കുണ്ടായ നല്ല സൗഹൃദ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എത്രയോ വ്യക്തികളുടെ ചരിത്രങ്ങൾ കാണാം. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എൻ്റെ ഹൃദയത്തിൽ ഇസ്ലാം വന്നത് സത്യത്തിൽ നിബിതങ്ങളുമായുള്ള എൻ്റെ മുൻ സൗഹൃദ ബന്ധത്തിൻ്റെ പേരിലാണ്. ഞാനും നിബിതങ്ങളും വലിയ ബന്ധത്തിലായിരുന്നു, വലിയ സ്നേഹത്തിലും അടുപ്പത്തിലുമായിരുന്നു. അതുകൊണ്ട് തങ്ങൾ എന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ എനിക്ക് അത് നിരസിക്കാൻ സാധിച്ചില്ല, നബിയുമായുള്ള നല്ല ബന്ധത്തിൻ്റെ പേരിൽ. എന്നാൽ പൂർണ്ണമായി എൻ്റെ ഹൃദയത്തിലേക്ക് ഇസ്ലാം പ്രവേശിച്ചത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി എന്ന് തുടങ്ങുന്ന ആയത്ത് ഇറങ്ങിയപ്പോഴാണ്. ആയത്തിൻ്റെ ആശയങ്ങളാണ് എൻ്റെ ഹൃദയത്തിലേക്ക് ഇസ്ലാമിനെ പ്രവേശിപ്പിച്ചത് എന്ന് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോൾ നബിയുമായി ഞാൻ അടുക്കാൻ പ്രധാനപ്പെട്ട കാരണം നബിയുമായുള്ള എൻ്റെ സൗഹൃദ ബന്ധമായിരുന്നു. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, നല്ല ആളുകളുമായുള്ള ബന്ധം, കൂട്ടുകെട്ട് അത് ഏറ്റവും മോശമായ മനുഷ്യനെ നന്നാക്കാൻ കാരണമായി തീരും. ഏതുപോലെ അസ്ഹാബുൽ കഹ്ഫ് 7 ചെറുപ്പക്കാർ, ഈമാനിന്റെ ഉടമകളായ, ദീനിന്റെ ഉടമകളായ, ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ, അവർ ഈമാനിന്റെയും ഹിദായത്തിന്റെയും ഉടമകളാണ്. അല്ലാഹു പരിചയപ്പെടുത്തിയ 7 ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ വിശുദ്ധമായ ഇസ്ലാം നജസാണ് എന്ന് അറിയിച്ചെന്ന ഒരു നായ സഹവസിച്ചപ്പോൾ, നജസായ ഒരു ജീവി ആ നല്ലവരുടെ കൂട്ടത്തിൽ സഹവസിച്ചപ്പോൾ, ഹദീസിൽ വരുന്നുണ്ട്, നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മൃഗങ്ങളിൽ ഈ നജസായ ജീവിയും ഉൾപ്പെടുന്നതാണ്. നജസ് പോലെ അങ്ങേയറ്റം അഴുക്കി ചാലിൽ കിടക്കുന്ന മനുഷ്യനും നല്ല സാലിഹീങ്ങളുമായി സഹവാസം വന്നാൽ അവരുടെ ജീവിതങ്ങൾ മാറി മറയാൻ കാരണമായി തീരും. മുൻഗാമികൾ പറയുമായിരുന്നു, ചില നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ, ഇമാം സുബൈർ റഹിമഹുല്ലാ പറയുന്നു, സുഫിയാൻ സൗർ റഹിമഹുല്ലയുടെ കൂടെ ഞാൻ അല്പസമയം ഇരുന്നാൽ അവിടെ ഞാൻ എണീറ്റ് വരുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരു നിയ്യത്തോടെ ഞാൻ എണീക്കുമായിരുന്നു. താബീങ്ങൾ പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലയുടെ കൂട്ടത്തിൽ അല്പസമയം ഇരുന്നാൽ മാസങ്ങളോളം ജീവിക്കാൻ ആവശ്യമായ ഈമാനിയായ ഒരു ആവേശം ലഭിക്കുമായിരുന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല കൂട്ടുകാരൻ്റെ ഉപമ ഒരു അത്തർ കച്ചവടക്കാരൻ്റെ പോലെയാണ്, അവൻ്റെ സമീപത്തിരിക്കുന്നത് പോലെയാണ്. നാം അറിയാതെ നല്ല ബന്ധങ്ങൾ, നല്ല സൗഹൃദ ബന്ധങ്ങൾ നമ്മിൽ നന്മകൾ ഉണ്ടാക്കാൻ കാരണമായിട്ട്, ഇതെല്ലാം ദുന്യവിയായ പ്രയോജനമാണ് എങ്കിൽ നല്ല സൗഹൃദ ബന്ധങ്ങൾ നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്നതാണ്.
അൽഖില്ലാഉ ബഅദുഹും ലിബഅദിൻ അദു ഇല്ലൽ മുത്തഖീൻ. ഈ ആയത്തിന്റെ തഫ്സീറിൽ അലി റളിയല്ലാഹു തആല പറയുന്നു, രണ്ട് മുഅ്മിനീങ്ങളായ അൽ ഖലീലാനി മുഅ്മിനാൻ, രണ്ട് ആത്മമിത്രങ്ങളായ മുഅ്മിനീങ്ങൾ നാളെ ആഖിറത്ത് മുഅ്മിനീങ്ങൾ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം മരണപ്പെട്ട മുഅ്മിനായ സഹോദരൻ തൻ്റെ ജീവിച്ചിരിക്കുന്ന മുഅ്മിന് വേണ്ടി ദുആ ചെയ്യും, അല്ലാഹുവേ എൻ്റെ സ്നേഹിതനെ നീ ഒരിക്കലും എൻ്റെ മരണശേഷം വഴികേടിലാക്കല്ലേ, എനിക്ക് അവനെ എനിക്ക് ആഖിറത്തിൽ കണ്ടുമുട്ടാനുള്ളതാണ്, അതിനുള്ള അവസരം തരണേ എന്ന് മുഅ്മിനായ യഥാർത്ഥ സ്വാലിഹായ കൂട്ടുകാരൻ അവന് വേണ്ടി ദുആ ചെയ്യും. നാളെ ആഖിറത്ത് സ്വർഗത്തിൽ അല്ലാഹു തആല സ്വർഗവാസികളോട് അള്ളാഹുവിന്റെ നിഅമത്തിൽ സംതൃപ്തനായി എന്ന് ചോദിക്കുമ്പോൾ ഒരു റിവായത്തിൽ വരുന്നു, ചില മുഅ്മിനീങ്ങൾ സ്വർഗവാസികൾ പറയും, അല്ലാഹുവേ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഞങ്ങളുടെ ദുനിയാവിൽ കൂട്ടത്തിൽ എന്ന ഒരു സ്നേഹിതൻ, ഒരു സുഹൃത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗത്തിലില്ല, അവനിപ്പോൾ നരകത്തിലാണ്, അതുകൊണ്ട് അവന് വേണ്ടി ഞങ്ങൾ ശഫാഅത്ത് ചെയ്യുന്നു, ആ ശഫാഅത്തിനെ നീ സ്വീകരിക്കണം. ഹദീസിൽ വരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുമതി കൊടുക്കും, അവരുടെ ശഫാഅത്ത് മുഖേന നരകത്തിലെത്തിപ്പെട്ട ആ സുഹൃത്തിനെ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് ആക്കുന്നതാണ്. ഈ സമയത്ത് നരകത്തിലേക്ക് കൊടുക്കുന്ന ബാക്കിയുള്ളവർ പറയും, ഫമാ ലനാ മിനശ് ശാഫിഈൻ, ഞങ്ങൾക്കൊരു ശഫാഅത്തുകാരുമില്ലല്ലോ, വലാ സദീഖിൻ ഹമീം, നമുക്കൊരു നല്ല സുഹൃത്തും ഉണ്ടായില്ലല്ലോ, അങ്ങനെ നമുക്ക് ദുനിയാവിൽ നല്ലൊരു സുഹൃത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ ആരെങ്കിലും സ്വർഗത്തിലെത്തിയ കൂട്ടുകാർ നമ്മളെ നരകത്തിൽ മോചിപ്പിക്കുമായിരുന്നല്ലോ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, ഇസ്തക്സിറു മിനൽ അസ്തിഖാഇൽ മുഅ്മിനീൻ ഫഇന്ന ലഹും ശഫാഅത്തുൻ യൗമൽ ഖിയാമ, നിങ്ങൾ നല്ല സുഹൃത്തുക്കളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നു, നല്ല നല്ല കൂട്ടുകാരെ ധാരാളമായി തിരഞ്ഞെടുക്കുന്നു. ഫഇന്ന ലഹും ശഫാഅത്തുൻ യൗമൽ ഖിയാമ, അവർ നാളെ ആഖിറത്തിൽ ശഫാഅത്ത് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ച ആഖിറത്തിൽ പരാജയം സംഭവിച്ചു പോയാൽ നല്ല ബന്ധങ്ങൾ നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് ഉപകരിക്കും, അതുകൊണ്ട് നിങ്ങൾ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നെന്ന് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി തആല പറയുമായിരുന്നു. ആരെയാണ് നമ്മൾ നല്ല സുഹൃത്തായി തിരഞ്ഞെടുക്കേണ്ടത്? എന്താണ് അടിസ്ഥാനമാക്കേണ്ടത്? ഇന്ന് ദുനിയാവിൽ സമ്പത്തിനെയും സൗകര്യത്തെയും രാഷ്ട്രീയ ബന്ധങ്ങളെയും എല്ലാം അടിസ്ഥാനമാക്കി സൗഹൃദം വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ഒരു മുഅ്മിൻ എന്തിനാണ് അടിസ്ഥാനമാക്കേണ്ടത്? തൻ്റെ സൗഹൃദത്തിന് വേണ്ടി താൻ ആരുമായിട്ടാണ് കൂട്ടുകൂടേണ്ടത്? അലി റളിയല്ലാഹു പറയുമായിരുന്നു, സദീഖുക മൻ സദഖക ലാ മൻ സദ്ദഖക, നിന്റെ സ്നേഹിതൻ, നിന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ നിന്നെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നവനാണ്. നിന്റെ എല്ലാ കാര്യങ്ങളിലും നീ തെറ്റ് ചെയ്താലും നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവനല്ല നിന്റെ സ്നേഹിതൻ. നീ എന്തെങ്കിലും മോശത്തരങ്ങൾ ചെയ്താൽ അതിനും കൂട്ടത്തിൽ നിൽക്കുന്നവൻ അവനല്ല നിന്റെ സ്നേഹിതൻ. സദീഖുക മൻ സദഖക ലാ മൻ സദ്ദഖക, നിന്നെ നന്മയിൽ പ്രേരിപ്പിക്കുന്നവനാണ്. യഥാർത്ഥ സ്നേഹിതനാണെങ്കിൽ ഒരു മുഅ്മിൻ തിരഞ്ഞെടുക്കേണ്ട സ്നേഹിതനിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഗുണം അതാണ്, നമ്മെ നന്മയിലേക്ക് പ്രേരിപ്പിക്കണം. എന്തെങ്കിലും അറിയാതെ തെറ്റുകളിലേക്ക് നാം വെഴുതിപ്പോയാൽ നമ്മെ ഉണർത്തുന്നവനായിരിക്കണം. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല രണ്ട് സ്നേഹിതന്മാരെ പറ്റി പറയുന്നുണ്ട്. അതിലൊരു സ്നേഹിതൻ തൻ്റെ സമ്പത്തിന്റെ ആധിക്യത്തിൽ അഹങ്കരിച്ചു, ഞാൻ നിന്നേക്കാൾ സമ്പത്തിലും മറ്റുള്ള കാര്യത്തിൽ ഞാൻ നിന്നേക്കാൾ ഉന്നതനാണ്, അനക്സറു മിൻക മാലൻ വഅസ്സു നഫറ എന്ന് പറഞ്ഞ് അഹങ്കരിച്ചപ്പോൾ ആ മുഅ്മിനായ സ്നേഹിതൻ ഉണർത്തി, നീ അങ്ങനെ പറയരുത്, അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബ്, നിന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച അല്ലാഹുവിനെ നിഷേധിക്കുകയാണോ? നീ അല്ലാഹുവിനെ മറന്നുപോയോ? ഇതാണ് യഥാർത്ഥ സ്നേഹിതൻ. എന്തെങ്കിലും വീഴ്ച തെറ്റുകളിലേക്ക് പോയാൽ ഇത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഉണർത്തുന്നവരാണ് മുഅ്മിൻ, യഥാർത്ഥ സ്നേഹിതൻ. സഹാബാക്കൾ നബി തങ്ങളോട് ചോദിച്ചു, നബി ഞങ്ങൾ ആരുമായിട്ടാണ് കൂട്ടുകൂടേണ്ടത്? അയ്യു ജുലസാഇനാ ഖൈർ, ഏത് ആളാണ് ഞങ്ങൾക്ക് കൂട്ടുകൂടാൻ സൗഹൃദം സ്ഥാപിക്കാൻ നല്ല വ്യക്തി? എന്താണ് അദ്ദേഹത്തിൽ ഉണ്ടാകേണ്ട ഗുണങ്ങൾ? എന്തിനെ അടിസ്ഥാനമാക്കിയാണ് ഞങ്ങൾ സൗഹൃദ ബന്ധം സ്ഥാപിക്കേണ്ടത്? തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദക്കറക്കുമുല്ലാഹു, നിങ്ങൾക്ക് അല്ലാഹുവിനെ ഓർമ്മ വരണം. അവനെ കാണുകയാണെങ്കിൽ, അവനെ കണ്ടാൽ അല്ലാഹുവിനെ ഓർമ്മ വരണം. വസാദ ഫി ഇൽമികും മന്തിഖഹു, അവനുമായി സംസാരിച്ചാൽ നിങ്ങളുടെ ഇൽമിൽ വർധന ഉണ്ടാകണം. വദക്കറകും ബിൽ ആഖിറതി അമലു, അവന്റെ പ്രവർത്തനം കണ്ടാൽ നിങ്ങൾക്ക് ആഖിറത്തിൽ ഓർമ്മ വരണം. നിങ്ങൾ സ്നേഹിതനാക്കാൻ ഒരാൾ ഉണ്ടാകേണ്ട 3 ഗുണങ്ങളാണ്. ഒന്ന്, അവന്റെ കൂടെ അവനെ കണ്ടാൽ, അവനെ കാണുമ്പോൾ തന്നെ അല്ലാഹുവിനെ ഓർമ്മ വരണം. അവനുമായി എന്തെങ്കിലും സംസാരിച്ചാൽ
എന്തെങ്കിലും ദീനിയായ സന്ദേശം ലഭിക്കണം. അതുപോലെ അവൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ആഖിറം ഓർമ്മ വരണം. അങ്ങനത്തെ ആളുകൾ നിങ്ങൾ സ്നേഹിതനാക്കരുത്. ബിലാൽ ബിൻ സഅദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുമായിരുന്നു, നിനക്ക് ദിവസവും 1 ദീനാർ വീതം നൽകുന്ന സ്നേഹിതനേക്കാൾ നിനക്ക് ഖൈറായത് നീ അവനെ കാണുമ്പോൾ നിനക്ക് എന്തെങ്കിലും നന്മ പറഞ്ഞ് നിന്നെ അല്ലാഹുവിലേക്ക് തിരിക്കുന്നവനാണ്. റളിയല്ലാഹു തആല ഹിജ്റ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്നേഹിതൻ കൂട്ടത്തിൽ അയാഷ് ബിൻ അബി റബിയ രണ്ടുപേരും കൂടെയാണ് ഹിജ്റ പോകുന്നത്. മദീനയിൽ രണ്ടുപേരും എത്തി. പക്ഷെ അയാഷിനെ ഫിത്നയിലാക്കാൻ വേണ്ടി അബൂജഹലും കൂട്ടരും മദീനയിൽ വന്നു. അയാഷിനെ പലതും പറഞ്ഞ് ഉമ്മ ഭക്ഷണം കഴിക്കുന്നില്ല, ഉമ്മ അങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് നിർബന്ധിച്ച് അയാഷിനെ മക്കയിൽ കൊണ്ടുപോയി. പിന്നെ മക്കയിൽ പോയ ശേഷം ഉപദ്രവിച്ച അവസാനം അയാഷ് ഇസ്ലാമിനെ വിട്ട് അവരുടെ കൂട്ടത്തിൽ കൂടുകയും ചെയ്തു. കുറെ കാലത്തിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, മുഅ്മിനീങ്ങളെ, പാപങ്ങളിൽ അതിക്രമം കാണിച്ച അടിമകളെ, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട. നിങ്ങളിത് പാപങ്ങളും വീഴ്ചകളും സംഭവിച്ചു പോയിട്ടെങ്കിൽ നിരാശപ്പെടേണ്ടത് അള്ളാഹുവിന്റെ റഹ്മത്ത് അതിനേക്കാൾ വിശാലമാണ് എന്നുള്ള ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കയിലെ സുഹൃത്തിന് കത്തെഴുതി, അയാഷ് ബിൻ അബി റബിയ എന്ന വ്യക്തിക്ക്. ഈ ആയത്ത് എഴുതി അദ്ദേഹത്തിന് അയച്ചു. അയാഷ് പറയുന്നു, ഉമറിന്റെ കത്ത് കിട്ടി, ഞാൻ വായിച്ചു, ഞാൻ വീണ്ടും വായിച്ചു, പല പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചു. ഉമർ എന്തിനാണ് ഇത് എനിക്ക് എഴുതി അയച്ചത്? എനിക്ക് മനസ്സിലായി, ഉമർ എനിക്ക് പ്രതീക്ഷ നൽകുകയാണ്. എന്നിൽ വന്നുപോയ പാപം, ഞാൻ ഇസ്ലാമിനെ വിട്ടത്, അത് കുഴപ്പമില്ല, നീ മടങ്ങി വരും ഇസ്ലാമിലേക്ക്, അള്ളാഹു നിന്നെ സ്വീകരിക്കും. അയാഷ് പറയുന്നു, ഞാൻ പിന്നെ ഉടൻ തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്തു, ഞാൻ ഇസ്ലാമിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇതാണ് നല്ല സുഹൃത്ത്. എന്തെങ്കിലും വീഴ്ച വന്നു പോയാൽ, ദീനി നകന്നു പോയാൽ, നമസ്കാരത്തിന് ഒഫ്നത്ത് വന്നു പോയാൽ, പള്ളിയിലേക്ക് എത്തുന്നില്ല എങ്കിൽ, ദീനിയായ എന്തെങ്കിലും കാര്യത്തിൽ പുറകിലേക്ക് പോയാൽ, ഒരു നല്ല സ്നേഹിതൻ അവനെ ഉണർത്തും, അവനെ ക്ഷണിക്കും, അവനെ പ്രേരിപ്പിക്കും, നന്മയിലേക്ക് പ്രേരിപ്പിക്കും. ഇതാണ് യഥാർത്ഥ മുഅ്മിൻ. അതുകൊണ്ട് നമുക്ക് സ്നേഹബന്ധങ്ങൾ ഉണ്ടാകേണ്ടത്, സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത് ഈമാനിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, അള്ളാഹുവിന്റെ തൃപ്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ബന്ധങ്ങൾ മനുഷ്യന്റെ നിലയിൽ പല നിലയിലും, കച്ചവട ബന്ധം, അതുപോലെ പല ബന്ധങ്ങളും ഉണ്ടാകും. ശേഷം സൗഹൃദ ബന്ധം അതാരോടെങ്കിലും പാടില്ല. ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, നീ മുഅ്മിനായിട്ടല്ലാതെ നിന്റെ സൗഹൃദ ബന്ധം സ്ഥാപിക്കരുത്. നബി തങ്ങളുടെ കൽപ്പനയാണ്. ആരോടെങ്കിലും നീ സൗഹൃദ ബന്ധം സ്ഥാപിക്കരുത്. നീ സൗഹൃദ ബന്ധം സ്ഥാപിക്കേണ്ടത് ഇല്ലാ മുഅ്മിന, മുഅ്മിനോടായിരിക്കണം. നീ നിന്റെ ബന്ധം മുഅ്മിനോടായിരിക്കണം. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവരാണ്. വജബത് മുഹബ്ബതി ലിൽ മുതഹബ്ബീന ഫിയാ. ഖുദ്സിയ ഹദീസിൽ വരുന്നു, അല്ലാഹു തആല പറയും, വജബത് മുഹബ്ബതി ലിൽ മുതഹബ്ബീന ഫിയാ. എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന 2 സുഹൃത്തുക്കൾ, എനിക്ക് വേണ്ടി അവരുടെ സൗഹൃദത്തിന്റെ അടിസ്ഥാനം എന്റെ തൃപ്തിയാണ്. അവർ പരസ്പരം സ്നേഹിക്കുന്നതും ബന്ധങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതും എന്തെങ്കിലും സാമ്പത്തികമായ ലക്ഷ്യത്തിന്റെ മറ്റൊരു കാര്യത്തിന്റെ പേരിലല്ല, മറിച്ച് എന്റെ തൃപ്തിയെ ലക്ഷ്യമാക്കി സ്നേഹിക്കുന്ന 2 സുഹൃത്തുക്കൾ, കൂട്ടുകാർ. വജബത് മുഹബ്ബതി, എന്റെ സ്നേഹം അവർക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് മുഅ്മിന്റെ സൗഹൃദ ബന്ധം അത് ആരെങ്കിലും ആയിട്ടുണ്ടാവുകയില്ല. മാനുഷിക ബന്ധം ഉണ്ടാകും, കച്ചവടത്തിന്റെ പേരിൽ പല മാനുഷിക ബന്ധങ്ങളുണ്ടാകും. സൗഹൃദ ബന്ധം അത് മുഅ്മിനോടാവുകയുള്ളൂ, ആ അള്ളാഹുവിന്റെ തൃപ്തിയെ അടിസ്ഥാനപ്പെടുത്തിയാവുകയുള്ളൂ. അവന് എത്ര ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്തെല്ലാം പ്രയോജനമുള്ളതാണെങ്കിൽ പോലും അള്ളാഹുവിന് ഇഷ്ടമില്ല എങ്കിൽ ആ ബന്ധത്തെ മുഅ്മിൻ മുറിച്ച് മാറ്റുന്നതാണ്. മൗലാന ഷഫീ റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ മആരിഫുൽ ഖുർആനിൽ തഫ്സീറിൽ മആരിഫുൽ ഖുർആൻ അദ്ദേഹം ഒരു സഹാബിയുടെ സംഭവം, മർസദ് ബിൻ അബി മർസദ് എന്ന് പറയുന്ന സഹാബിയുടെ സംഭവം ഉദ്ധരിക്കുന്നു. അദ്ദേഹം മുസ്ലിം ആവുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ മക്കയിൽ അനാഖ എന്ന പേരുള്ള സ്ത്രീയുമായി വലിയ ബന്ധത്തിലായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ആ സ്ത്രീ അതേ അവസ്ഥയിൽ മക്കയിൽ തന്നെയാണ്. അദ്ദേഹത്തിന് നബി തങ്ങൾ മദീനയിൽ വന്നപ്പോൾ ഒരു ജോലി ഏൽപ്പിച്ചു. മക്കയിൽ മുശ്രിക്കീങ്ങളുടെ ഉപദ്രവം ഏറ്റ് കഴിയുന്ന മുസ്ലിമീങ്ങളെ രഹസ്യമായി പോയി അവിടെ നിന്ന് രക്ഷപ്പെടുത്തി മദീനയിൽ കൊണ്ടുവരിക അദ്ദേഹത്തിന്റെ ജോലിയായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം നബി തങ്ങൾ ഏൽപ്പിച്ചു. അദ്ദേഹം ഒരു രാത്രി മക്കയിലെത്തി മുസ്ലിമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അപ്പോഴാണ് തൻ്റെ പഴയ കാമുകിയായ അനാഖയെ കണ്ടുമുട്ടുന്നത്. അനാഖ മർസദിന്റെ നിഴൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇത് തൻ്റെ പ്രേമവാചനമാണ്. തിന്മയിലേക്ക് ക്ഷണിച്ചു, പ്രേരിപ്പിച്ചു. പക്ഷെ അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ മുസ്ലിമായിരിക്കുകയാണ്. നമ്മൾ വലിയ ബന്ധത്തിലായിരുന്നു ഇതുവരെ, പക്ഷെ ഞാനിപ്പോൾ മുസ്ലിമാണ്.
അവിടെ ഇസ്ലാം എന്റെയും നിന്റെയും ഇടയിൽ മറയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ എത്ര പ്രേരിപ്പിച്ചാലും ഞാൻ തയ്യാറില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല. എനിക്ക് വലുത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്, എനിക്ക് വലുത് ഇസ്ലാമാണ്. ഇസ്ലാമിനെ കത്തിവെക്കുന്നത് ഞാൻ ചെയ്യുകയില്ല, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വിരുദ്ധമായ ഒരു പ്രവൃത്തി ചെയ്യുകയില്ല. എനിക്ക് ഇഷ്ടമാണെങ്കിൽ പോലും അനാഥായ വിട്ടുകൊണ്ട് മർസദ് മദീനയിലേക്ക് പോയി. മദീനയിൽ ചെന്നപ്പോൾ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, ഞാൻ അനാഥയെ വിവാഹം കഴിച്ചു കൊള്ളട്ടെ? കാരണം അദ്ദേഹത്തിനും ഇഷ്ടമായിരുന്നു, പക്ഷെ ഒഴിവാക്കിയത് അള്ളാഹുവിന് വേണ്ടിയാണ്. നബി, ഞാൻ അനാഥയെ വിവാഹം കഴിച്ചു കൊള്ളട്ടെ? അല്ലാഹു തആല ആയത്തിറക്കി, അൽ ഖബീസാതു ലിൽ ഖബീസീൻ വത്വയ്യിബാതു ലിത്വയ്യിബീൻ. പരിശുദ്ധരായ വ്യക്തികൾക്ക് പരിശുദ്ധരായ സ്ത്രീകൾ, വൃത്തികെട്ട സ്ത്രീകൾക്ക് വൃത്തികെട്ട പുരുഷന്മാർ, വൃത്തികെട്ട പുരുഷന്മാർക്ക് വൃത്തികെട്ട സ്ത്രീകൾ. അതുകൊണ്ട് നിനക്ക് വേണ്ട, പരിശുദ്ധമായ സ്ത്രീയാണ് മുഅ്മിന് വേണ്ടത് എന്ന് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറക്കി. ഇതാണ് ഒരു മുഅ്മിൻ. മുഅ്മിൻ ആരോടെങ്കിലും ബന്ധങ്ങൾ, സൗഹൃദ ബന്ധങ്ങളോ സ്നേഹബന്ധങ്ങളോ സ്ഥാപിക്കുകയില്ല. അവൻ ആലോചിക്കും, ഈ ബന്ധത്തിൽ കൂടി എന്നെ റബ്ബ് ഇഷ്ടപ്പെടുമോ, എന്റെ ആഖിറത്ത് നഷ്ടപ്പെടുമോ എന്ന് ആലോചിച്ച് നബി തങ്ങൾ പറഞ്ഞു, ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. അതുകൊണ്ട് സൗഹൃദ ബന്ധം, കൂട്ടുകെട്ട് ഇത് ആരോടെങ്കിലും പറ്റുകയില്ല. അത് ആലോചിച്ച് ദീനിന് ആഖിറത്തിന് ഉപകരിക്കുന്ന ആളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും. മുഅ്മിൻ വളരെ ചിന്തിച്ച് സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കുക. അവൻ അതിനെ അടിസ്ഥാനമാക്കുന്നത് ദീനാണ്, ഈമാനാണ്, അമലുകളാണ്. ഇല്ലെങ്കിൽ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, മോശമായ കൂട്ടുകെട്ട്, മോശമായ സുഹൃത്തുമായുള്ള ബന്ധം അത് ശൈത്താനേക്കാൾ വലിയ നഷ്ടങ്ങൾ എനിക്കുണ്ടാകും. ശൈത്താൻ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയുള്ളൂ, ശൈത്താൻ ഇബ്ലീസ് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയുള്ളൂ. പക്ഷേ കൂട്ടുകാരൻ മോശമാണ് എങ്കിൽ, നീ കൂട്ടുകൂടിയിരിക്കുന്ന വ്യക്തി മോശക്കാരനാണെങ്കിൽ, മോശമായ ശീലങ്ങളുള്ളവനാണെങ്കിൽ, ശൈത്താനേക്കാൾ വലിയ അപകടം ചെയ്യും. കാരണം അവൻ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുകയില്ല, തെറ്റിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകുന്നതാണ്. നീ ചെയ്യേണ്ട എന്ന് വിചാരിച്ചാലും, നീ കുടിക്കേണ്ടത് വിചാരിച്ചാലും, നീ വലിക്കേണ്ടത് വിചാരിച്ചാലും നിന്നെ തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോകും മോശമായ കൂട്ടുകാരൻ. അതുകൊണ്ടാണ് മോശമായ കൂട്ടുകെട്ടുള്ള യാത്രകളിലൂടെ പല ദുശ്ശീലങ്ങളും ജീവിതത്തിൽ മനുഷ്യന് വന്നു ചേരുന്നു. പല യാത്രകളും മോശമായ ഒരു കൂട്ടുകാരനോട് യാത്ര ചെയ്ത് അവിടെ നിന്ന് തെറ്റുകൾ ആരംഭിച്ചതാണ്, പല മോശമായ ശീലങ്ങളും ആരംഭിച്ചതാണ്. അബൂ താലിബ് നിബിധങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ട നിബിധങ്ങൾ ആളായിരുന്നു, വലിയ മഹത്വമുള്ള ആളായിരുന്നു. നിബിധങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഖിദ്മത്ത് ചെയ്ത മനുഷ്യനായിരുന്നു. മരണസമയമായി നിബിധങ്ങൾ കുറേയും ആഗ്രഹിച്ചു, കൊതിച്ചു അബൂ താലിബ് ഒന്ന് കിലിമ ചൊല്ലി മുസ്ലിം ആയിരുന്നെങ്കിൽ. അവസാന സക്കറാത്തിന്റെ സമയം ചെവിയിൽ പോയി പറഞ്ഞു, ഒന്ന് എന്റെ ചെവിയിൽ ഒന്ന് പതിയെ കിലിമ പറയും, ആര് കേൾക്കണ്ട, എന്റെ ചെവിയിൽ ഒന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അബൂജഹലും കൂട്ടരും, അബൂ താലിബിന്റെ ബന്ധം അവരുമായിട്ടായിരുന്നു. അബൂജഹലും കൂട്ടരും അതിനെ തടഞ്ഞു, അതിനെ ചോദിച്ചു, നിങ്ങളുടെ വല്യപ്പയുടെ പിതാക്കന്മാരുടെ മതം ഉപേക്ഷിക്കുക. ആ ബന്ധം മോശമായതിന്റെ പേരിൽ മാത്രം വലിയ നഷ്ടം അബൂ താലിബിനുണ്ടായി. അല്ല, എത്ര നല്ല സുന്ദരമായി ഒന്ന് കിലി പറഞ്ഞിരുന്നെങ്കിൽ ആഹ്റത്ത് രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ കൂട്ടുകെട്ട്, ബന്ധം മോശമായതിന്റെ പേരിൽ ആ നല്ലൊരു അവസരം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഇന്ന് എന്തെല്ലാം ദുശ്ശീലങ്ങൾ ശീലിച്ച ആളുകളുണ്ടോ അവരോടൊന്ന് ചോദിച്ചു നോക്കി, നിങ്ങൾ ഈ ദുശ്ശീലം എവിടെ നിന്നാണ് ആരംഭിച്ചത്? ഭൂരിഭാഗം ആളുകളുടെ മറുപടി കൂട്ടുബന്ധം, സൗഹൃദ ബന്ധം, കൂട്ടുകെട്ടിൽ നിന്നാണ് പല തിന്മകളും ഇന്ന് അടിമയായത്, പല തിന്മയുടെയും അടിമകളായത്. അത് മോശമായ കൂട്ടുകെട്ട്, മോശമായ സൗഹൃദ ബന്ധങ്ങൾ ദുനിയാവിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, മരണസമയം ഒരു മനുഷ്യന്റെ മേൽ ഏറ്റവും വലിയ ഫിത്ന മരണസമയത്താണ്. ശൈത്താനിന്റെ ഏറ്റവും വലിയ ഫിത്നയാണ്. നബി തങ്ങൾ കാവ ചോദിക്കുമായിരുന്നു, അല്ലാഹുവേ, മരണസമയത്ത് ശൈത്താൻ എന്നെ ഫിത്നയിലാക്കുന്നതിൽ നിന്നും, എന്നെ കുലുക്കുന്നതിൽ നിന്നും, എന്നെ സംശയത്തിലാക്കുന്നതിൽ നിന്നും കാവൽ ചോദിക്കുന്നു. ഏറ്റവും വലിയ ഫിത്ന മരണസമയത്താണ്. ഉലമാക്കൾ എഴുതി, ഒരു മനുഷ്യന്റെ മരണസമയത്ത് ഇബ്ലീസ് അവന്റെ അടുക്കൽ വരുന്നത് കൂട്ടുകാരന്റെ കോലത്തിലായിരിക്കും, തന്റെ കൂട്ടുകാരന്റെ കോലത്തിലായിരിക്കും മരണസമയത്ത് പിശാച് വരുന്നത്. അവന്റെ കൂട്ടുകെട്ട് മോശമായ ആളുകളുമായിട്ടാണെങ്കിൽ ആ കോലത്തിലായിരിക്കും പിശാച് വരുന്നത്, അവനെ പ്രേരിപ്പിക്കുന്നതും ആ നിലയിലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ബന്ധം അത് വളരെ നല്ലതായിരിക്കണം. ഹാത്തിമുൽ അസ്സം റഹിമഹുല്ലാഹ് പറയുമായിരുന്നതുകൊണ്ട്, എന്റെ സമ്പത്ത് എന്തെങ്കിലും കളവെടുക്കുന്നവനെ, കളവെടു ചെയ്യുന്നവനെ ഞാൻ ശത്രുവായി മനസ്സിലാക്കുന്നില്ല. എന്നെ എന്തെങ്കിലും മോശമായ വാക്കുകൾ പറയുന്നവനെയും ഞാൻ ശത്രുവായി മനസ്സിലാക്കുന്നില്ല. ഞാൻ ശത്രുവായി മനസ്സിലാക്കുന്നത്, ഞാൻ എന്തെങ്കിലും നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാൽ അതിന് തടസ്സം നിൽക്കുന്നവനാണ്, നന്മയ്ക്ക് പ്രേരിപ്പിക്കാത്തവൻ. അങ്ങനത്തെ കൂട്ടുകാരൻ, അവനെ ഞാൻ ശത്രുവായി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മോശമായ കൂട്ടുകെട്ടിലൂടെ ദുനിയാവിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും, ആഖിറത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും. ആത്മമിത്രങ്ങൾ നാളെ ആഖിറത്തിൽ ശത്രുക്കളെ പോലെയായിരിക്കും.
മനുഷ്യൻ നാളെ പറയും മനുഷ്യൻ നാളെ പറയും ഒരു അക്രമി നാളെ ആഖിറത്തിൽ അവന്റെ കൈകളെ വിരലുകളെയല്ല ദുഃഖം വന്നുപോയ അബദ്ധത്തിന്റെ പേരിൽ 2 കൈകളെയും കടിച്ചു തീർക്കും. എന്നിട്ട് അവൻ പറയും, അവസാനം പറയും, യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്നയാളെ എൻ്റെ സുഹൃത്താക്കാതിരുന്നുവെങ്കിൽ, ഞാൻ അവനെ സുഹൃത്താക്കിയതിന്റെ പേരിൽ, അവനുമായ സൗഹൃദ ബന്ധത്തിൽ കൂടിയതിന്റെ പേരിൽ, അവന്റെ കൂട്ടത്തിൽ യാത്ര ചെയ്തതിന്റെ പേരിൽ, അവന്റെ കൂട്ടത്തിൽ പഠിച്ചതിന്റെ പേരിൽ, അവന്റെ കൂട്ടത്തിൽ കളിച്ചതിന്റെ പേരിലാണല്ലോ ഈ തിന്മകളെല്ലാം മോശത്തരങ്ങളും ജീവിതത്തിൽ വന്ന് എൻ്റെ ആഖിറ നഷ്ടപ്പെട്ടത് എന്ന് ആഖിറത്തിൽ കൈകടിക്കും, വിരലിലെ കൈകൾ കടിക്കും. മോശമായ കൂട്ടുകെട്ടിന്റെ ദുരന്തര ഫലം ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും ഉണ്ടാകും. അതുകൊണ്ട് സഹവാസം, ബന്ധങ്ങൾ ഇത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. മാനുഷികമായ ബന്ധങ്ങൾ മനുഷ്യൻ എന്ന നിലയിൽ ഉണ്ടാവും, പക്ഷേ സൗഹൃദ ബന്ധം അത് ആരോടെങ്കിലും പാടില്ല. ഷെയ്ഖ് സഅദി റഹിമഹുല്ലാഹ് പറയും, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഒരു റോസാ പുഷ്പത്തിന്റെ കീഴിലുള്ള ഒരു പിടി മണ്ണെടുത്തപ്പോൾ അതിന് സുഗന്ധം അടിച്ചു വീശുന്നു. അദ്ദേഹം ചോദിച്ചു, ആ മണ്ണിനോട് ചോദിച്ചു, നീ മണ്ണാണല്ലോ, നിനക്ക് സുഗന്ധമില്ലല്ലോ, പിന്നെ എവിടെ നിന്നായി സുഗന്ധം ലഭിച്ചത്? ആ മണ്ണ് പറഞ്ഞു, ഞാൻ ഈ സുഗന്ധമുള്ള റോസാ പുഷ്പത്തിന്റെ അതുമായി അല്പം സഹവസിച്ചപ്പോൾ അതിലൂടെ എനിക്ക് ലഭിച്ച സുഗന്ധമാണ്. നല്ല ബന്ധങ്ങൾ നന്മയിലേക്ക് എത്തിക്കും, മോശമായ ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും മോശത്തരങ്ങളിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കും നമ്മുടെ ബന്ധങ്ങൾ മുഅ്മിനീങ്ങളുമായിട്ട്, നമസ്കാരമുള്ളവരുമായിട്ട്, ദീനി ശീലങ്ങളുള്ളവരായിട്ട് അതുമായിട്ടുണ്ടാകണം. മറ്റുള്ള ബന്ധങ്ങൾ അത് മാനുഷിക ബന്ധങ്ങളാണ്. സൗഹൃദ ബന്ധം ഈമാനുള്ളവരോട്, പള്ളിയുമായി ബന്ധമുള്ളവരോട്, ദീനുമായി ബന്ധമുള്ളവരോട്, ഇതാണ് മുഅ്മിൻ ഉണ്ടാകേണ്ടത്. നമ്മുടെ മക്കൾക്ക് ഉണ്ടാകേണ്ട ബന്ധം ദീനുള്ളവരോട്, നമസ്കാര ശീലമുള്ളവരോട്. ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളെ നിഷേധിക്കുന്ന ആളുകളോടോ അല്ലെങ്കിൽ നമസ്കാരമില്ലാത്തവരോടോ നമ്മുടെ മക്കൾക്ക് ബന്ധമുണ്ടാകാൻ മക്കളെ വളർത്തണം. ഷെയ്ഖ് സക്കരിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കുറിച്ച്, ഞാൻ പള്ളി നമസ്കരിക്കാൻ വരുമ്പോൾ ഞാൻ ഏതെങ്കിലും കൂട്ടുകാരന്റെ കൂട്ടത്തിൽ ഒരു ദിവസമോ 2 ദിവസമോ അടുപ്പിച്ച് കൂട്ടത്തിൽ നമസ്കരിക്കുന്നത് കണ്ടാൽ എൻ്റെ വാപ്പ ചോദിക്കുമായിരുന്നു, നീ എന്താണ് അവനുമായിട്ട് പ്രത്യേകമായ ബന്ധം? അങ്ങനെ മക്കളെ നിരീക്ഷിച്ച് അവരെ സൂക്ഷിച്ച് വളർത്തിയവർ അവരാണ് പിൽക്കാലത്ത് മഹാന്മാരായി മാറിയത്. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ നല്ല ബന്ധങ്ങളായി മാറണം, നമ്മുടെ സൗഹൃദ ബന്ധങ്ങൾ നല്ലതായി മാറണം. നമ്മുടെ മക്കളുടെ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ക്യാമ്പസുകളും സ്കൂളുകളും വിദ്യ പഠിക്കാൻ വിടുമ്പോൾ തിരിച്ച് അവിടെ നിന്ന് മോശത്തരങ്ങൾ പഠിച്ചുകൊണ്ട് മടങ്ങി വരുന്നു. നമ്മുടെ മക്കളുടെ ബന്ധങ്ങൾ നമ്മൾ അന്വേഷിക്കണം, അതിനെ നിരീക്ഷിക്കണം, അതിനെ സൂക്ഷിക്കേണ്ടതാണ്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.